ഈ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രി ചാപ്റ്റർ 3 റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2023 SLC എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മെറ്റൽ റോഡ്സ് ആർ ഡിപ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ ടേക്കൺ ഇൻ 3 ബീക്കേഴ്സ്. ഇവിടെ 3 ബീക്കർ കൊടുത്തിട്ടുണ്ട്. അതിൽ മെറ്റൽ റോഡ്സ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കാണാം, ഒന്നിൽ സിങ്ക്, ഒന്നിൽ സിൽവർ, ഒന്നിൽ കോപ്പർ. ഇനി ഇത് ഏതിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഫസ്റ്റ് ബീക്കർ എ എന്ന് പറഞ്ഞ ബീക്കറിൽ സിങ്ക് ഡിപ്പ് ചെയ്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനിലാണ്. രണ്ടാമത്തത് AG സിൽവർ എന്ന് പറഞ്ഞത് ഡിപ്പ് ചെയ്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനിലാണ്. മൂന്നാമത്തെ ബീക്കർ കോപ്പറാണ് റോഡ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ മെറ്റൽ റോഡ് വന്നേക്കുന്നത് കോപ്പറാണ്. അത് ഡിപ്പ് ചെയ്തിരിക്കുന്നത് സിങ്ക് സൾഫേറ്റിൻ്റെ സൊല്യൂഷനിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ വിച്ച് ബീക്കർ ഡസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ടേക്ക് പ്ലേസ്? ഏത് ബീക്കറിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുക? നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റൽ റോഡ് ഉണ്ടല്ലോ, റിയാക്റ്റീവ് കൂടുതലുള്ള മെറ്റലാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെ ഫസ്റ്റ് ബീക്കറിൽ സിങ്കും കോപ്പറും എടുത്തേക്കെങ്കിൽ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കുമ്പോൾ ഡിക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ആ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചേക്കണേ. അപ്പോൾ ഏറ്റവും മുകളിലുള്ളത് സിങ്ക് ആയതുകൊണ്ട് കോപ്പറിനേക്കാളും സിങ്ക് മുകളിലുള്ളത് കൊണ്ട് ഇവിടെ ആയിരിക്കും, ഇതായിരിക്കും ആൻസർ. ബീക്കർ ബി നോക്കി, കോപ്പറും സിൽവറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഏതിനായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ? കോപ്പറിനായിരിക്കും. പക്ഷെ അത് സൊല്യൂഷനായിട്ട് വന്നേക്കുന്നത്, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അടുത്ത് നോക്കി, കോപ്പറും സിങ്ക് ആയിട്ട് വന്നെങ്കിൽ സിങ്കിനായിരിക്കും ഇവിടെ റിയാക്ടിവിറ്റി കൂടുതൽ, അതും ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കാൻ പാടില്ല. മെറ്റൽ റോഡ്, ഈ മെറ്റൽ റോഡ് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിൽ 3 എണ്ണത്തിലും ഇതാണ് സിങ്കും കോപ്പറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മെറ്റൽ റോഡായ സിങ്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബീക്കർ എ ആയിരിക്കും. എന്തെന്ന് വെച്ചാൽ സിങ്ക് ആയിരിക്കും കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽ, ബിക്കോസ് സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. അതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. മനസ്സിലായോ? അടുത്തത് റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദിസ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അതായത് ഓക്സിഡേഷൻ റിയാക്ഷൻ അവിടെ ചോദിച്ചേക്കുന്നത് സിങ്ക്, കോപ്പർ, സിൽവർ. ഇവിടെ തന്നെ റിയാക്ടിവിറ്റി തന്നിട്ടുണ്ട്. സിങ്കിനായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി. അപ്പോൾ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവായ മെറ്റലാണ് ഓക്സിഡേഷന് വിധേയമാവുക. എവിടെ വെച്ചിട്ട്? ആനോഡിൽ. അപ്പോൾ സിങ്ക് എന്തായിരിക്കും ചെയ്യുക? സിങ്ക് ഇലക്ട്രോണെ മേടിക്കുകയാണോ വിട്ടു കൊടുക്കുകയാണോ ചെയ്യുക? ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെ വിട്ടു കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ തന്നെ റിയാക്ഷൻ്റെ ഫോർമുല ഏതാ? സിങ്ക് ഗീവ്സ് സിങ്ക് 2+ + 2e നെഗറ്റീവ്. ഇവിടെ സിങ്ക് ഇലക്ട്രോണെ വിട്ടുകൊടുത്തു, അതായത് ഓക്സിഡേഷനാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ 2 ക്വസ്റ്റിനും ഒരു കൺഫ്യൂഷനും ചാൻസ് ഇല്ല. റോഡ് ഇലക്ട്രോലൈറ്റിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റലാണെങ്കിൽ അതായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷന് വിധേയമാകുക. കണ്ട, ഇൻ വിച്ച് ബീക്കർ ഡസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ടേക്ക് പ്ലേസ്? സിങ്ക് ആയിരിക്കും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുക. ക്വസ്റ്റ്യൻ 2023 SLC എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് കോപ്പർ ഓൺ എ അയൺ റിംഗ്? നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്ന് പഠിച്ചു. ഒരു മെറ്റലിനെ അടുത്ത മെറ്റൽ കൊണ്ട് കോട്ട് ചെയ്യാം. അതായത് ഒരു മെറ്റലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത മെറ്റൽ കൊണ്ട് അതിനെ കോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കോപ്പറും അയൺ ആണെന്ന് വയ്ക്കുക. അയണിനെ ഒരു അയൺ റിങ്, ഈ അയൺ റിങ്ങിനെ നമ്മൾ കോപ്പർ വെച്ചിട്ട് കോട്ട് ചെയ്തു. കോപ്പർ വെച്ച് കോട്ട് ചെയ്യുമ്പോൾ ഏത് ഇലക്ട്രോലൈറ്റാണ് അവിടെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏത് സൊല്യൂഷനാണ് അവിടെ ഉപയോഗിക്കുക? എന്താണോ കോട്ട് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ തന്നെ സൊല്യൂഷനായിരിക്കും നമ്മളവിടെ ഉപയോഗിക്കാം. ഇപ്പോൾ അയൺ റിംഗ് ആണെങ്കിൽ കോപ്പർ വെച്ചിട്ട് കോട്ട് ചെയ്യണമെങ്കിൽ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എടുക്കുക. ഇവിടെ ഓപ്ഷനിൽ തന്നേക്കുന്നത് ഫെറസ് സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്, സിങ്ക് സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്. ഏതായിരിക്കും? ഇവിടുത്തെ ആൻസർ കോപ്പർ സൾഫേറ്റ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ 2021 SLC എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെയാണ്. ഇവിടെ അയൺ റിങ്ങുമ്പോൾ നമ്മൾ കോപ്പറാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കിയേ, അയൺ ബാങ്കിളുമ്പോൾ സിൽവറാണ്
ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ എന്തിൻ്റെ സൊല്യൂഷനായിരിക്കും ഇവിടെ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുക? AgNO3, അതായത് സിൽവർ നൈട്രേറ്റിൻ്റെ സൊല്യൂഷനായിരിക്കും ഇവിടെ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2021 SLC മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് കോപ്പർ ഓൺ ആൻ അയൺ ബാങ്കിൾ, ദ ബാങ്കിൾ ഈസ് കണക്റ്റഡ് ടു ദ വിച്ച് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഇവിടെ അയൺ ബാങ്കിളിനെ, ഇതൊരു അയൺ ബാങ്കിൾ, ഈ സംഭവത്തെ നമ്മൾ കോപ്പർ വെച്ചിട്ടാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ അയൺ ബാങ്കിൾ ബാറ്ററിയുടെ ഏത് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുക? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ അയൺ ബാങ്കിളാണ് സൂക്ഷിക്കേണ്ടതെങ്കിൽ ഈ സംഭവം എന്തിലേക്ക് കണക്ട് ചെയ്യണം? നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് കാഥോഡാണ്. ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേറൊരു ക്വസ്റ്റ്യൻ പറയാം. ഈ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മെറ്റൽ ഉണ്ടല്ലോ, അതായത് കോപ്പർ, ഈ കോപ്പർ ഏത് ടെർമിനലോടെ കണക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ എന്തിനോടാണ്? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയോടാണ് കണക്ട് ചെയ്തിരിക്കേണ്ടത്. അത് ഏതാണ്? ആനോഡ്. കണ്ട, അപ്പം ആനോഡും കാഥോഡും, അതായത് അയൺ ബാങ്കിളാണെങ്കിൽ അത് കാഥോഡ് നെഗറ്റീവ് ടെർമിനലിനോടും, അതുപോലെ തന്നെ കോപ്പർ എന്തുകൊണ്ടാണോ നമ്മൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തത് ആ മെറ്റലിനെ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയോടാണ് കണക്ട് ചെയ്തിരിക്കേണ്ടത്. പോസിറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡാണ്. ഇത് SLC മോഡൽ എക്സാം 2018 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കി, എക്സാമിൻ ദ ഫിഗർ ഓഫ് എ ഗാൽനിക് സെൽ. ഒരു ഗാൽനിക് സെല്ലിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഗാൽനിക് സെല്ലിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? 2 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. 2 സൊല്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു മെറ്റൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സോൾട്ട് ബ്രിഡ്ജായിട്ട് ഈ ഇലക്ട്രോലൈറ്റ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതാണ് സോൾട്ട് ബ്രിഡ്ജ്. ഈ സോൾട്ട് ബ്രിഡ്ജ് വെച്ച് രണ്ടെണ്ണത്തിനും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോഡിനെ നമ്മൾ ഗാൽനോമീറ്റർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ആർ A ആൻഡ് B? A എന്താണ്? B എന്താണ്? ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ് ഏതാ നോക്കുക? സിങ്ക് നൈട്രേറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ A എന്ന് പറഞ്ഞത് എന്തായിരിക്കും? സിങ്ക് ഇലക്ട്രോഡായിരിക്കും. ഇനി B നോക്കിയേ, നിക്കൽ സൾഫേൻ്റെ സൊല്യൂഷനാണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ B എന്ന് പറഞ്ഞത് എന്തായിരിക്കും? നിക്കലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇലക്ട്രോൺ ഫ്ലോ ഈസ് ഫ്രം വിച്ച് മെറ്റൽ ടു വിച്ച് മെറ്റൽ? ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറഞ്ഞത് ഏത് മെറ്റലിൽ നിന്ന് ഏത് മെറ്റലിലോട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോൺ ഫ്ലോ എപ്പോഴും ആനോഡിൽ നിന്ന് എവിടേക്കായിരിക്കും? കാഥോഡിലേക്കായിരിക്കും പോവുക. അതായത് നമ്മൾ ആ റിയാക്ടിവിറ്റി സീരീസ് നോക്കുമ്പോൾ ഡിക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ആ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇവിടെ നിക്കലും സിങ്കും തന്നതുകൊണ്ട് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായിരിക്കും മുകളിൽ എടുക്കുക. അപ്പം നിക്കലിനേക്കാളും മുകളിൽ കിടക്കുന്നത് ആരായിരിക്കും? സിങ്ക് ആയിരിക്കും. അപ്പോൾ സിങ്കിനാണ് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്. നിക്കലിന് എന്ത് സംഭവിക്കും? നിക്കലിന് റിഡക്ഷനാണ് സംഭവിക്കുക. അപ്പോൾ സിങ്കിന്ന് നിക്കലിലേക്കായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇലക്ട്രോൺ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും. ആനോഡിലത്തെ ഇലക്ട്രോഡ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആനോഡിൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായിരിക്കും ഉണ്ടാവുക. എപ്പോഴും കമ്പയർ ചെയ്ത് നോക്കണം. സിങ്കും നിക്കലും തമ്മിൽ കമ്പയർ ചെയ്യണം. ഇതിന് റിയാക്ടിവിറ്റി സീരീസ് ഒന്നുകിൽ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു കോഡ് വെച്ച് പഠിച്ചിരിക്കുക. അപ്പം തെറ്റാത്ത രീതിയിൽ നമ്മൾ ഏത് മെറ്റലിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ അവിടെ ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ട് അതായിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ. ഇനി ഇവിടുത്തെ ഇക്വേഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഒരെണ്ണത്തിൽ ഓക്സിഡേഷൻ നടക്കുന്നു, ഒരെണ്ണത്തിൽ റിഡക്ഷൻ നടക്കുന്നു. അപ്പോൾ സിങ്കിലാണ് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നെങ്കിൽ സിങ്ക് ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. സോ സിങ്ക് ഗീവ്സ് സിങ്ക് 2+ 2e നെഗറ്റീവ്. കണ്ട, സിങ്ക് ഇവിടെ ഇലക്ട്രോണെ വിട്ടുകൊടുത്തു. നിക്കലാണെങ്കിൽ നോക്കിയേ, നിക്കൽ 2+ 2e നെഗറ്റീവ് ഗീവ്സ് നിക്കൽ. നിക്കലിൽ റിഡക്ഷൻ നടക്കുന്നതുകൊണ്ട് അത് ഇലക്ട്രോണെ മേടിച്ചു. അപ്പോൾ നിക്കലിന് 2 ഇലക്ട്രോണെ മേടിച്ചിട്ട് നിക്കലായിട്ട് മാറി. സിങ്ക് ആണെങ്കിൽ 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തു. ഇതൊക്കെ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.